ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്. ഒരു സർക്കാർ ജോലി ലക്ഷ്യം വെച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്ന എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കുമൊപ്പം ഞാനും എൻ്റെ ചാനലും ഡ്രീം PSC വിത്ത് മീ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത വരാൻ പോകുന്ന 10ാം തരം മെയിൻസ് പരീക്ഷ LGS LDC ലെവലിലുള്ള എല്ലാ പരീക്ഷകൾക്കും പ്രയോജനപ്രദമാകുന്ന രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട SCERT ചോദ്യങ്ങളാണ്. അതായത് ഒരു സ്പെഷ്യൽ ടോപ്പിക് അല്ലെങ്കിൽ ഒരു പ്രത്യേക ടോപ്പിക് എടുത്ത് ആ ടോപ്പിക്കിനെ കീറി മുറിച്ച് SCERT പാഠപുസ്തകത്തിലുള്ള ചോദ്യങ്ങൾ, പ്രസ്താവനാ ചോദ്യങ്ങൾ, അതുപോലെ മുൻവർഷ ചോദ്യങ്ങൾ, അവയുടെ കണക്റ്റിംഗ് ഫാക്ട്സ് ഇതെല്ലാം ചേർത്ത് തൊഴിൽ വീതിയിൽ സുജേഷ് പുറക്കാട് സാറ് തയ്യാറാക്കിയിരിക്കുന്ന പങ്ക്തി അതാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ സ്ഥിരമായി കാണുന്നവർക്കറിയാം, ഇന്ന് പൊതുജനാരോഗ്യത്തിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ്. ഓരോ ടോപ്പിക്കും 4 ക്ലാസ്സുകളായിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഒരു ടോപ്പിക് എന്ന് പറയുമ്പോൾ തൊഴിൽ വീതിയിൽ ഏകദേശം 30ഓളം പേജ് കാണും. അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് 4 ടോപ്പിക്കായിട്ട് നമ്മൾ പഠിക്കുന്നു. ഇന്ന് പൊതുജനാരോഗ്യത്തിൻ്റെ 4ാമത്തെ ഭാഗം. നിപ വൈറസിൻ്റെ പ്രകൃതിയാ ഉള്ള വാഹക ജീവി. ഉത്തരം വവ്വാൽ. അതിൻ്റെ കണക്റ്റിംഗ് ഫാക്ട്സ്: ഹെനിപ വൈറസ് എന്ന് പറയുന്ന ജനസിലെ ഒരു RNA വൈറസാണ് നിപ്പ വൈറസ്. മൃഗങ്ങളെയും മനുഷ്യരെയും ബാധിക്കുന്ന മാരകമായ പകർച്ചവ്യാധി, രോഗികളുടെ മരണത്തിന് വരെ കാരണമുണ്ടാകുന്നു. വൈറസ് ബാധയുണ്ടായാൽ 5 മുതൽ 14 ദിവസം വരെയാണ് ഇൻക്യുബേഷൻ പീരീഡ്. രോഗബാധ ഉണ്ടായാലും രോഗലക്ഷണങ്ങൾ കാണപ്പെടാൻ ഇത്രയും ദിവസങ്ങൾ വേണം. പനി, തലവേദന, തലകറക്കം, ബോധക്ഷയം തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ. രോഗലക്ഷണം ആരംഭിച്ചാൽ 1-2 ദിവസത്തിനകം തന്നെ ബോധം നഷ്ടപ്പെട്ട് കോമ അവസ്ഥയിലെത്താനും സാധ്യതയുണ്ട്. തലച്ചോറിനെ ബാധിക്കുന്ന എൻസെഫലിറ്റിസ് ഉണ്ടാകാനും സാധ്യത കൂടുതലാണ്. ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ സമ്പൂർണ്ണ സുസ്ഥിതി, അതാണ് ആരോഗ്യം. രോഗങ്ങൾ ഇല്ലാത്ത അവസ്ഥയെയാണ് ആരോഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ 1948 ലോക ഹെൽത്ത് അസംബ്ലിയുടെ നിർവചനപ്രകാരം രോഗവൈകല്യരാഹിത്യമുള്ള അവസ്ഥ മാത്രമല്ല, സമ്പൂർണ്ണ ശാരീരിക, മാനസിക, സാമൂഹിക സുസ്ഥിതി, ഇതിനെയാണ് ആരോഗ്യം എന്ന് വിളിക്കപ്പെടുന്നത്. എല്ലാ വർഷവും ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനമായി ആചരിക്കുന്നു. അടുത്തത് ശരിയായ ജോഡി കണ്ടെത്തുക. ഓരോന്നും ഓരോ രോഗകാരികളും രോഗങ്ങളുമാണ്. ശരിയായ ഉത്തരമാണ് ശരിയായ ജോഡികളാണ് തിരഞ്ഞെടുക്കേണ്ടത്. വൈറസ് വാഴയിലെ കുറുനാമ്പ് രോഗം ശരിയാണ്. ഫംഗസ് കുരുമുളകിൻ്റെ ദ്രുതവാട്ടം ശരിയാണ്. ബാക്ടീരിയ നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗം ശരിയാണ്. ഇനി ഓരോന്നിൻ്റെ ശരി ഉത്തരവും കൂടി പഠിക്കുക. മരച്ചീനിയിലെ മൊസൈക്ക് രോഗം ഉണ്ടാക്കുന്നത് ഇവിടെ തന്നിരിക്കുന്നത് ബാക്ടീരിയയാണ്, പക്ഷേ ഉത്തരം വൈറസാണ്. വഴുതനയിലെ വാട്ടരോഗത്തിന് കാരണം ബാക്ടീരിയയാണ്. തെങ്ങിൻ്റെ കൂമ്പ് ചീയലിന് കാരണം ഫംഗസ് ആണ്. അപ്പോൾ ബാക്ടീരിയ എന്തൊക്കെ ചെയ്യുന്നു? നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗം, വഴുതനയിലെ വാട്ടരോഗം. വൈറസ് മരച്ചീനിയിലെ മൊസൈക്ക് രോഗം, വാഴയിലെ കുറുനാമ്പ് രോഗം. ഫംഗസ് കുരുമുളകിൻ്റെ ദ്രുതവാട്ടം, തെങ്ങിൻ്റെ കൂമ്പുചീയൽ. സാധാരണ കോശവും വൈറസും തമ്മിലുള്ള വ്യത്യാസം. ഉത്തരം വൈറസുകളിൽ സാധാരണ കോശാംഗങ്ങൾ ഇല്ല. ഒരു പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന ഘടനയാണ് വൈറസിനുള്ളത്. സാധാരണ ജീവകോശങ്ങളിലുള്ള കോശാംഗങ്ങൾ വൈറസുകളിലില്ല. ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനത്തെയാണ് വൈറസുകൾ ഉപയോഗപ്പെടുത്തുന്നത്. മനുഷ്യരെ മാത്രമല്ല, സസ്യങ്ങളെയും ജന്തുക്കളെയും ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളെയും ഒക്കെ തന്നെ വൈറസുകൾ ബാധിക്കാറുണ്ട്. പുകവലിയുടെ ദോഷഫലം മൂലം ഉണ്ടാകാത്ത രോഗം,
താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? സിറോസിസ് കരളിനെ ബാധിക്കുന്ന രോഗമാണ്. ക്യാൻസർ, ഹൃദ്രോഗം, പക്ഷാഘാതം, ശ്വാസകോശ രോഗങ്ങൾ, പ്രമേഹം, എംഫിസിമ, ക്രോണിക് ബ്രോങ്കൈറ്റിസ് ഇവയെല്ലാം പുകവലി കാരണം ഉണ്ടാകുന്നതാണ്. ക്ഷയം, ചില നേത്രരോഗങ്ങൾ, റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ് ഉൾപ്പെടെയുള്ള രോഗപ്രതിരോധ വ്യവസ്ഥയുടെ പ്രശ്നങ്ങൾ അതിൻ്റെ സാധ്യതയും പുകവലി ഉണ്ടാക്കുന്നു. പുകവലിയുടെ ദൂഷ്യഫലം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ശ്വാസകോശ ക്യാൻസർ, പക്ഷാഘാതം, എംഫിസിമ. ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്നതിലെ ശരിയായ പ്രസ്താവന: ആൻറ്റിബോഡി ശരീരത്തിലെത്തുന്ന ആൻറ്റിജനുകൾക്കെതിരെ പ്രോട്ടീനുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. നമ്മളെ ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റും പഠിച്ചു. ബി ലിംഫോസൈറ്റ് ശരീരത്തിലെത്തുന്ന ആൻറ്റിജനുകൾക്കെതിരെ ചില പ്രോട്ടീനുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇവയെ വിളിക്കുന്ന പേരാണ് ആൻറ്റിബോഡി. 3 രീതികളിലാണ് ആൻറ്റിബോഡികൾ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്. ബാക്ടീരിയയുടെ കോശസ്തരത്തെ ശിഥിലീകരിച്ച് നശിപ്പിക്കും, ആൻറ്റിജനുകളുടെ വിഷാംശം നിർവീര്യമാക്കും, മറ്റു ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിച്ചും രോഗാണുക്കളെ നശിപ്പിക്കും. ഇത് നമ്മൾ പലതവണ പറഞ്ഞ പോയിൻ്റാണ്. ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചത് എഡ്വേർഡ് ജെന്നർ. അദ്ദേഹം ആദ്യമായി കണ്ടെത്തിയ പ്രതിരോധ കുത്തിവയ്പ്പ്, ആദ്യത്തെ പ്രതിരോധ കുത്തിവയ്പ്പ് വസൂരിക്കെതിരെയാണ്. വസൂരിക്കെതിരെ ലോകത്തെ ആദ്യത്തെ പ്രതിരോധ കുത്തിവയ്പ്പ് വികസിപ്പിച്ച ഡോക്ടറാണ് എഡ്വേർഡ് ജെന്നർ. ഇമ്മ്യൂണൈസേഷൻ, ഇനോക്കുലേഷൻ എന്നീ പദങ്ങൾ വാരിയോല വാക്സിനിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. കൗപോക്സിനെ, അതായത് ഗോവസൂരി, വിവരിക്കാൻ ജെന്നർ ഉപയോഗിച്ച പദമാണിത്. ഇമ്മ്യൂണോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും എഡ്വേർഡ് ജെന്നറാണ്. ആദ്യമായി ആൻറ്റിബയോട്ടിക്കുകൾ കണ്ടെത്തിയതാര്? ഉത്തരം അലക്സാണ്ടർ ഫ്ലെമിംഗ്. പെനിസീലിയം എന്ന പൂപ്പലിൽ നിന്നാണ് ആൻറ്റിബയോട്ടിക് ആദ്യമായിട്ട് കണ്ടെത്തിയത്. ആൻറ്റിബയോട്ടിക്കിൻ്റെ പേര് പെനിസിലിൻ. കണ്ടെത്തിയത് അലക്സാണ്ടർ ഫ്ലെമിംഗ് 1928. ബാക്ടീരിയ എന്ന സൂക്ഷ്മജീവിയുടെ വളർച്ചയില്ലാതാക്കുകയോ അവയെ നശിപ്പിക്കുകയോ ചെയ്യുന്ന പദാർത്ഥമോ സംയുക്തമോ ആണ് ആൻറ്റിബയോട്ടിക്. പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ശരിയായ പ്രസ്താവനകൾ: എ ഗ്രൂപ്പ് രക്തത്തിൽ ആൻറ്റിബോഡി ബിയും ആൻറ്റിജൻ എയും. അപ്പോൾ എയിലെ ആൻറ്റിജൻ എ ആൻറ്റിബോഡി ബി, ബിയിലെ ആൻറ്റിജൻ ബി ആൻറ്റിബോഡി എ. എ ബി ആൻറ്റിജനുകളെ കൂടാതെ ചില വ്യക്തികളുടെ അരുണരക്താണുവിൻ്റെ കോശസ്തരത്തിൽ ആൻറ്റിജൻ ഡി അഥവാ RH ഘടകം ഉണ്ടാകും. RH പോസിറ്റീവ്, RH നെഗറ്റീവ്. എല്ലാവർക്കും എല്ലാ രക്തഗ്രൂപ്പും സ്വീകരിക്കാൻ സാധ്യമല്ല. കറക്റ്റാണ്. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ആൻറ്റിജൻ ഡി അഥവാ RH ഗ്രൂപ്പ് ഉള്ളത് പോസിറ്റീവും ഇല്ലാത്തത് നെഗറ്റീവും. RH ഫാക്ടർ, റീസസ് ഫാക്ടർ എന്നൊക്കെ ആൻറ്റിജൻ ഡി അറിയപ്പെടുന്നു. പ്രോട്ടീൻ ആദ്യമായി കണ്ടെത്തിയത് റീസസ് കുരങ്ങിൻ്റെ പേരിലാണ് ഈ പേര് നൽകിയത്. RH ഘടകം രക്തഗ്രൂപ്പിൻ്റെ ഒരു പ്രധാന ഘടകമാണ്, പ്രത്യേകിച്ച് ABO എന്ന് പറയുന്ന രക്തഗ്രൂപ്പ് സിസ്റ്റത്തിൽ. അപ്പോൾ ആദ്യമായി കണ്ടെത്തിയത് റീസസ് കുരങ്ങിലാണ്. ഫാഗോസൈറ്റോസിസ് ശരിയായ പ്രസ്താവന. ഫാഗോസൈറ്റോസിസ് എന്ന് പറയുമ്പോൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനം. ഫാഗോസൈറ്റോസിസ് നടത്തുന്ന കോശങ്ങളാണ് ഫാഗോസൈറ്റ്. അതിൽ നമ്മുടെ ശ്വേതരക്താണുക്കളായ മോണോസൈറ്റും ന്യൂട്രോഫിലും ഫാഗോസൈറ്റുകളാണ്. ഉള്ളിലകപ്പെടുന്ന ബാക്ടീരിയ പോലുള്ള ജീവികളെ ദഹിപ്പിക്കാൻ കഴിവുള്ള കോശങ്ങളെ വിളിക്കുന്ന പേരാണ് ഫാഗോസൈറ്റുകൾ. ഫാഗോസൈറ്റോസിസ് എന്നാൽ സെൽ ഈറ്റിംഗ് എന്നാണ് അർത്ഥം. പീനോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ സെൽ ഡ്രിങ്കിങ്. സെൽ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം ചെറിയ മുറി എന്നാണ്. സസ്യങ്ങളിൽ ഇലകളിലൂടെയുള്ള രോഗാണുപ്രവേശത്തെ തടയുന്ന മെഴുക് ആവരണത്തിൻ്റെ പേര്
ക്യൂട്ടിക്കിൾ. മെഴുകാവരണമായ ക്യൂട്ടിക്കിൾ ഇലകളിലൂടെയുള്ള രോഗാണുവിൻ്റെ പ്രവേശനത്തെ തടയുന്നു. പുറംതൊലി ഉള്ളിലുള്ള കോശങ്ങളെ നേരിട്ടുള്ള രോഗാണു സമ്പർക്കത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു. കോശഭിത്തി അഥവാ പ്രതിരോധ കവചത്തിലെ ലിഗ്നിൻ, ക്യൂട്ടിൻ, ജ്യൂബറിൻ ഇവ കോശഭിത്തിക്ക് ദൃഢത നൽകുന്നു. കോശഭിത്തിയിൽ രൂപപ്പെടുന്ന കാലോസ് കോശഭിത്തിയെ മറികടന്നെത്തുന്ന രോഗാണുക്കൾ കോശസ്തരത്തിലൂടെ പ്രവേശിക്കുന്നത് തടയുന്നു. രക്തം കട്ടപിടിക്കൽ. ശരിയായ പ്രസ്താവനകൾ: മുറിവേറ്റ ഭാഗത്തെ കലകളും പ്ലേറ്റ്ലെറ്റുകളും ശിഥിലീകരിച്ച് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്ന എൻസൈം ഉണ്ടാകുന്നു. ഈ ത്രോംബോപ്ലാസ്റ്റിൻ പ്ലാസ്മയിലെ പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റും. ഫൈബ്രിനോജനെ ഫൈബ്രിൻ നാരുകളാക്കി മാറ്റുന്നത് നമ്മളിപ്പോൾ നിർമ്മിച്ച ഈ ത്രോംബിനാണ്. ഫൈബ്രിൻ നാരുകൾ ചേർന്ന് വലക്കണ്ണികൾ പോലെ രൂപപ്പെട്ട് അരുണരക്താണുക്കളും പ്ലേറ്റ്ലെറ്റുകളും അതിൽ തങ്ങി രക്തക്കട്ടയുണ്ടാകുന്നു. അതാണ് രക്തം കട്ട പിടിക്കുന്ന പ്രോസസ്സ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ കെ. അങ്ങനെ നമ്മൾ ഈ പോർഷൻ്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ലോഹം കാൽസ്യം. അനിയന്ത്രിതമായ കോശവളർച്ച മൂലമുണ്ടാകുന്ന രോഗം ക്യാൻസർ. അസാധാരണമായ കാര്യകാരണസഹിതമല്ലാത്ത കോശവളർച്ച ശരീരത്തിലെ മറ്റു കലകളെയും ബാധിക്കുന്ന അവസ്ഥയാണ് അർബുദം അഥവാ ക്യാൻസർ. വേറൊരു അടുത്ത രോഗം പറഞ്ഞിട്ടുണ്ട്, മെനിഞ്ചൈറ്റിസ്. സാധാരണയായി ബാക്ടീരിയ അണുബാധ മൂലമുണ്ടാകുന്ന രോഗം മെനിഞ്ചൈറ്റിസ്. ഹാർട്ട് അറ്റാക്ക്. ഹൃദയപേശികളിലേക്ക് ആവശ്യത്തിന് രക്തവും വെള്ളവും എത്താതിരിക്കുന്നത് കാരണം ഹൃദയപേശികൾ നശിക്കുന്ന അവസ്ഥയാണ് ഹൃദയാഘാതം. രക്തചംക്രമണ വ്യവസ്ഥയിൽ ഉത്ഭവിക്കുന്നതും 24 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുകയോ മരണത്തിൽ കലാശിക്കുകയോ ചെയ്യുന്നതായ മസ്തിഷ്ക കേന്ദ്രീകൃത പ്രവർത്തന തകരാറ്, അതാണ് മസ്തിഷ്ക ആഘാതം അഥവാ സ്ട്രോക്ക്. ഇന്ത്യയിൽ ആദ്യമായി കർസാപ്പ് നടപ്പിലാക്കിയ സ്ഥലം കേരളം. കർസാപ്പ് എന്ന് പറഞ്ഞാൽ കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വയ്ക്കുന്ന കർമ്മ പദ്ധതിയാണ് കർസാപ്പ്. 2018 ഒക്ടോബറിലാണ് നാടിന് സമർപ്പിച്ചത്. ശരീരത്തിൻ്റെ ഏത് ഭാഗവുമായി ബന്ധപ്പെട്ട പഠനമാണ് ന്യൂറോളജി. നാഡീവ്യൂഹം. നാഡീവ്യവസ്ഥയുടെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്രശാഖയാണ് ന്യൂറോളജി. കേന്ദ്ര പെരിഫറൽ നാഡീവ്യൂഹങ്ങൾ, ഉപവിഭാഗങ്ങൾ, അവയുടെ ആവരണങ്ങൾ, രക്തക്കുഴലുകൾ, പേശി പോലെയുള്ള എല്ലാ എഫക്റ്റർ ടിഷ്യൂകൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന നാഡിയുമായി ബന്ധപ്പെട്ട മൊത്തം അവസ്ഥ, അതിൻ്റെ രോഗനിർണയം, ചികിത്സ ഇതെല്ലാം ന്യൂറോളജി കൈകാര്യം ചെയ്യുന്നു. നാഡീവ്യവസ്ഥയുടെ വൈകല്യങ്ങൾ കണ്ടെത്താനും ചികിത്സിക്കാനും പരിശീലനം നേടിയ ഡോക്ടറിനെ ന്യൂറോളജിസ്റ്റ് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ പൊതുജനാരോഗ്യത്തിൽ എളുപ്പമുള്ള ചോദ്യങ്ങൾ മാത്രമല്ല നമ്മൾ പഠിച്ചത്, ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ചോദിക്കത്തക്ക രീതിയിൽ ആഴത്തിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും, LGS പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ലെവലിൽ സിമ്പിൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പംക്തി തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്തുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.